ഈത്തപ്പഴം തിന്നു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്ന ഒരു സുന്നത്ത്, അവിടെ നിന്ന് ഈത്തപ്പഴ കുരുവിനെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു, അഥവാ പുറം വിരലിൽ വെക്കാറുണ്ടായിരുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, ഉള്ളം കൈ കൊണ്ട് എടുത്താൽ ഈ കൈ കൊണ്ട് തന്നെ അടുത്ത ഈത്തപ്പഴം എടുക്കുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ വെറുപ്പ് തോന്നിയേക്കാം. നമ്മുടെ ഉമിനീര് തൊട്ട ഈ വിരലുകൊണ്ട് മറ്റേ ഭക്ഷണം എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴക്കുരു പുറം വിരലിൽ ഇട്ട് പിന്നീട് അതിനെടുത്ത് കളയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു സുന്നത്തുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിച്ച ഇതേ കൈ കൊണ്ട് ചിലപ്പോൾ എന്തു ചെയ്യും, കഴുകാതെ ഉമിനീരായ തിന്നിട്ടുള്ള അവശിഷ്ടങ്ങളുള്ള ഇതേ വിരല് കൊണ്ട് ചിലപ്പോൾ അടുത്ത പാത്രത്തിലുള്ള കറി എടുക്കാൻ വേണ്ടി കയ്യിലെടുക്കും. ചിലപ്പോൾ നമ്മൾ കഴിച്ച ഈ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിട്ട കൈ അതിലുള്ള ഉമിനീര് കൊണ്ട് നമ്മൾ മറ്റേ പാത്രം തൊടും. അത് തിരു സുന്നത്തിന് വിരുദ്ധമാണ്.